അപ്പോൾ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ കളറും എടുക്കുക, പേപ്പറും എടുക്കുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കേണ്ടത് വൈറ്റ് കളറാണ്. വൈറ്റ് കളർ എടുത്തിട്ട് ഏറ്റവും ബോട്ടം ഇതുപോലെ കുറച്ച് വൈറ്റ് കളർ സ്പ്രെഡ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ടോപ്പിൽ യെല്ലോ, ലൈറ്റ് യെല്ലോ, അതായത് ലെമൺ യെല്ലോ ആക്രിലിക്കിൽ അതെടുത്ത് ഇതുപോലെ ഒരു കോട്ട് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം അതിൻ്റെ ടോപ്പിൽ ലൈറ്റ് ഗ്രീൻ വരുന്ന ഗ്രീനിലെ അത് വെച്ചിട്ട് ഇങ്ങനെ ഒരു കോട്ട് കൊടുക്കുക. യെല്ലോയിലേക്ക് കുറച്ച് ബ്ലെൻഡ് ചെയ്താൽ മതി കേട്ടോ. ഇനി അതിൻ്റെ മുകളിൽ കൊബാൾട്ട് ബ്ലൂ വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു കോട്ട് കൊടുക്കേണ്ടത്. എൻ്റെ കളർ കുറച്ച് ചേഞ്ച് ആയിപ്പോയി. ഓക്കെ, നിങ്ങൾ കൊബാൾട്ട് ബ്ലൂ കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ടോപ്പിൽ നിങ്ങളുടെ സെറ്റിൽ ഏറ്റവും ഡാർക്ക് ഗ്രീൻ കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ടോപ്പിൽ എന്ത് ചെയ്യുക, പേർഷ്യൻ ബ്ലൂ ഉണ്ടല്ലോ, ഡാർക്ക് ബ്ലൂ, അത് കൊടുത്തിട്ട് നന്നായിട്ട് ഇനി ബ്ലെൻഡ് ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, താഴേന്ന് മുകളിലേക്ക് ബ്ലെൻഡ് ചെയ്താൽ മതി കേട്ടോ. ഞാനിവിടെ ഓപ്പോസിറ്റാണ് ചെയ്യുന്നത്, അതായത് മുകളിൽ നിന്ന് താഴേക്കാണ് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നത്. അങ്ങനെ ആയാൽ നമുക്ക് ആ ഒരു സാധനം കിട്ടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഫ്രം വൈറ്റിൽ നിന്ന് എന്ത് ചെയ്യുക, മുകളിലേക്ക് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി, അല്ലെങ്കിൽ നിങ്ങളുടെ കംഫർട്ടബിൾ പോലെ കേട്ടോ. അപ്പോൾ ഞാനിത് ബ്ലെൻഡ് ചെയ്ത് തളർന്നായിരുന്നു. കാരണം എനിക്ക് വേണ്ട ഒരു ഔട്ട്പുട്ട് കിട്ടാൻ ഞാൻ കുറേ കഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഈ ഒരു റാ ഷേപ്പിൽ വേണം കേട്ടോ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ട്രാൻസിഷൻ കിട്ടില്ല, കളർ ട്രാൻസിഷൻ. നോക്കിക്കേ, ഇതുപോലെ ആദ്യം വൈറ്റും യെല്ലോ മിക്സ് ചെയ്യുക, പിന്നെ ആ ലൈറ്റ് ഗ്രീനും യെല്ലോ മിക്സ് ചെയ്യുക, പിന്നെ ആ ബ്ലൂവും ലൈറ്റ് ഗ്രീനും തമ്മിൽ മിക്സ് ചെയ്യുക, പിന്നെ ഡാർക്ക് ഗ്രീനും ബ്ലൂവും തമ്മിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് കോട്ടായിട്ടുള്ള പേർഷ്യൻ ബ്ലൂവും ഡാർക്ക് ഗ്രീനും തമ്മിൽ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഏകദേശം നമുക്ക് ഒരു ക്ലൈമാക്സിലൊരു നല്ല ബാക്ക്ഗ്രൗണ്ട് കിട്ടണം കേട്ടോ. ഞാൻ ഇതിൽ കൊണ്ടുവരുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ട് പോലെ നിങ്ങളാക്കാൻ ശ്രമിക്കുക കേട്ടോ മാക്സിമം. എന്നിട്ട് ആയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാമെന്നറിയാം, കുറച്ച് വൈറ്റ് എടുത്ത് ഏറ്റവും ബോട്ടത്തിൽ കുറച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് നമ്മൾ കുറച്ച് യെല്ലോയും കൂടി കൊടുത്താൽ ഏറ്റവും ബോട്ടത്തിൽ കുറച്ച് ലൈറ്റ് കളറും മുകളിലേക്ക് കുറച്ച് ഡാർക്ക് കളറും കിട്ടും ഇതുപോലെ. ഓക്കെ, ഈ ഒരു സ്റ്റെപ്പ് ചെയ്യണ്ട കേട്ടോ, അത് കൊളായിപ്പോയി. അത് കുറച്ച് വൈറ്റ് വരുത്തിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണ്, പക്ഷെ അതെനിക്ക് കൊളായി. ഇനി എന്ത് ചെയ്യണമെന്നറിയോ, കുറച്ച് ബ്ലാക്ക് എടുത്തിട്ട് ഏറ്റവും മുകളിൽ ഇതുപോലെ കുറച്ച് ബ്ലാക്ക് കൊടുക്കുക. ദെൻ താഴോട്ടേക്ക് വരുമ്പോൾ കുറച്ച് പേർഷ്യൻ ബ്ലൂവും മിക്സ് ചെയ്തിട്ട് താഴോട്ടേക്ക് വരിക. ഓക്കെ, ഒരിക്കലും നമ്മളെ ലൈറ്റ് പോർഷനിലേക്കൊന്നും കൊണ്ടുവരുത് കേട്ടോ, സൈഡിൽ മാത്രം, പിന്നെ ഏറ്റവും മുകളിൽ മാത്രമായിട്ട് കൊടുക്കുക. ഇനി ചെയ്യേണ്ടത് എന്താണെന്നറിയോ, ഈ മിഡിലിൽ ഒരു ഇടിമിന്നലിൻ്റെ ലൈൻ പോലത്തെ ഒരു ലൈൻ വരയ്ക്കാനുണ്ട്. ഇതോ ഇപ്പം ഞാൻ വരക്കും, അത് വരക്കുക. അത് ഏറ്റവും മുകളിൽ കട്ടിയിൽ വരണം, താഴേക്ക് വരുന്നതോറും ലൈറ്റായിട്ട് വരണം. ഈ ഒരു ലൈനാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. മുകളിൽ കട്ടി വരണം, എന്നാൽ താഴേട്ടേക്ക് ലൈറ്റായിട്ട് വരണം കേട്ടോ. അപ്പോഴേക്കും തന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഏകദേശം സെറ്റാവും. ഇതുപോലെ കേട്ടോ ഒരു ട്രീൻ്റെ കമ്പുകളൊക്കെ പോലെ, അല്ലെങ്കിൽ ഒരു ഇടിമിന്നലിൻ്റെ ഒരു ഷേപ്പിൽ ഇതുപോലെ വരച്ച് താഴോട്ടേക്ക് വരിക. ഏറ്റവും മുകളിൽ ഡാർക്ക് ആവണം, താഴോട്ട് വരുമ്പോഴത്തേക്കും ലൈറ്റ് ആവണം. ഓക്കെ, അപ്പോൾ സംഭവം സെറ്റായി. അടുത്തത് നമ്മൾ സ്റ്റാർസ് ആട്ടോ. ഞാൻ ഈ ബ്രഷ് വെച്ചിട്ടാണ് കേട്ടോ എപ്പോഴും സ്റ്റാർസ് ചെയ്യൽ, എനിക്കതാണ് എളുപ്പം. ഞാനിത് സ്റ്റാർസ് വരയ്ക്കാൻ വേണ്ടി മാത്രം മാറ്റി വെച്ചിട്ടുള്ള ബ്രഷാട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാം. അതിന് ശേഷം എന്ത് ചെയ്യാന്നറിയോ, കുറച്ച് ലൈറ്റ് വൈറ്റ് എടുത്തിട്ട് ഇങ്ങനെ കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. ഓക്കെ, മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണ്ട, കുറച്ച് വിട്ട് നമ്മളിങ്ങനെ കുറേ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഓക്കെ, ഈ ഇട്ട് കൊടുത്ത ഡോട്ട്സൊക്കെ ഉണങ്ങുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, താഴെ ട്രീസ് വരച്ചു കൊടുക്കാം. ഓക്കെ, ട്രീ ഒക്കെ വരയ്ക്കാൻ എളുപ്പമല്ലേ, നമ്മുടെ ക്രിസ്മസ് ട്രീ അല്ലേ, ആർക്കാണ് വരയ്ക്കാൻ അറിയാത്തതല്ലേ. അപ്പോൾ കുറച്ച് ട്രീസ് താഴെ വരച്ചു കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ കുറച്ച് ഉയരം കൂടിയത് കുറഞ്ഞത് അങ്ങനെ വെച്ചിട്ട്
വരച്ചാൽ മതി. എനിക്കറിയില്ല കേട്ടോ, ഞാൻ ഈ പറഞ്ഞത് വെച്ച് നിങ്ങൾക്കിത് വരയ്ക്കാൻ പറ്റുമോയെന്ന്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതെനിക്ക് അയച്ചു തരാം കേട്ടോ, എത്രത്തോളം സക്സസ് ആയിന്ന് എനിക്കും മനസ്സിലാക്കാമല്ലോ. ഓക്കെ, ഇനി നേരത്തെ നമ്മൾ കൊടുത്ത ആ ഒരു ഡോട്ടിലുണ്ടല്ലോ, നല്ല ഡാർക്ക് വൈറ്റ് കുത്തിട്ട് കൊടുക്കുക അതിൻ്റെ സെൻട്രലായിട്ട്. അപ്പോൾ നല്ലൊരു ഷൈനി സ്റ്റാർസ് പോലെ തോന്നും കേട്ടോ, തോന്നില്ലേ നിങ്ങൾക്ക്? ഇനി സ്റ്റാർസിൻ്റെ എണ്ണം കുറവായി തോന്നുവാണെങ്കിൽ കുറച്ച് ഡോട്ട് ഇട്ട് കൊടുക്കുക. പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയിട്ടോ. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ളൊരു പെയിൻറ്റിംഗ് ആണ്, പക്ഷെ കാണാൻ ഭയങ്കര ഭംഗിയും തോന്നും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമുണ്ട്, അതും കൂടെ കൊടുക്കുക കേട്ടോ. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ അയക്കാൻ മടിക്കരുത്, അല്ലെങ്കിൽ മെയിൽ ത്രൂവും നിങ്ങൾക്ക് എനിക്ക് അയച്ചു തരാം കേട്ടോ.